ഹായ് ഫ്രണ്ട്സ്, ട്രേസ് കെ ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് KTU അദാലത്തിനെ പറ്റിയിട്ടാണ്. KTUവിലെ ഏറ്റവും പുതിയ അദാലത്ത് മെയ് 8 നടക്കുവാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ പരാതികൾ ബോധിപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് മെയ് 2. അപ്പോൾ എന്താണ് അദാലത്ത്, എങ്ങനെയാണ് ഇതിന് രജിസ്റ്റർ ചെയ്യുന്നത്, ആ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്താണ് അദാലത്ത്? അദാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സിറ്റി സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ ആ പരാതി യൂണിവേഴ്സിറ്റി അധികൃതരോട് പറയുവാനുള്ളൊരു മാർഗ്ഗമാണ് അദാലത്ത് എന്ന് പറയുന്നത്. ഇതിനായിട്ട് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിലൂടെ തന്നെയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അദാലത്തിൽ പറയേണ്ട നിങ്ങളുടെ ഉണ്ടാകുന്ന വിഷയങ്ങളാണ് ഇവിടെ ഞാൻ പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് നിങ്ങൾ യൂണിവേഴ്സിറ്റി അധികൃതരോട് പറയേണ്ടത്, ആ LP ഗ്രേഡ് എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷനൊക്കെ ജനുവരി വന്നതാണ്. ഇതുവരെ ആർക്കും LP ഗ്രേഡ് കൊടുത്തിട്ടില്ല. നല്ലപോലെ താമസിച്ച് ഡിലേ ആക്കി കൊണ്ടുപോകണം. അതൊന്ന് സ്പീഡപ്പ് ആക്കാനായിട്ട് നിങ്ങൾക്ക് പറയാം. അടുത്തതായിട്ട് സെൻറ്റർ ചേഞ്ച് ഓപ്ഷൻ 2-3 അദാലത്തിൽ കൂടുതലായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ അടുത്ത എക്സാം എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോവാണ്. അതുകൂടി നിങ്ങളൊന്ന് പറയുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻറ്റ് സെമ്മിൻ്റെ ലാബ് എക്സാം നമ്മുടെ അക്കാഡമിക് കലണ്ടർ പ്രകാരം ജൂലൈ ഫസ്റ്റ് വീക്കിലാണ് നടത്തുന്നത്. ജൂലൈ 4 to 4-10 അങ്ങനെ ഒരു ഡേറ്റിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ പലർക്കും ഇൻറ്റേൺഷിപ്പിനൊക്കെ ഒരു മാസം ഫുള്ളായിട്ട് ഇൻറ്റേൺഷിപ്പിനൊക്കെ പോകാനായിട്ട് പറ്റും. ഇനി അടുത്തതായിട്ട് മിനിമം ക്രെഡിറ്റ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് ഒരു അപ്ഡേറ്റ്സും ഇല്ല. ഏറ്റവും അവസാനം വന്ന നോട്ടിഫിക്കേഷനിൽ അടുത്ത അക്കാഡമിക് ഇയറിൽ മിനിമം ക്രെഡിറ്റ് സിസ്റ്റം കൊണ്ടുവരുന്നു എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ളൊരു കാര്യം യൂണിവേഴ്സിറ്റി പറയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ പലർക്കും സപ്ലിയൊക്കെ എക്സാമൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനായിട്ട് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പഠിച്ച് റെഡിയാക്കാൻ പറ്റത്തുള്ളൂ, ക്രെഡിറ്റ് തേക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി അധികൃതരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇനി എങ്ങനെയാണ് നമ്മൾക്ക് ഈ ഒരു അദാലത്തിൽ നിങ്ങളുടെ കംപ്ലയിൻറ്റ്സ് രജിസ്റ്റർ ചെയ്യുന്നതെന്നാണ് ഞാൻ അടുത്തതായിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് പോർട്ടൽ ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. അതിൽ ഫോംസ് ടാബ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു പേജ് വരുന്നത്. ഇതിനകത്ത് തുടക്കത്തിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്, അദാലത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ആക്ഷൻ എന്ന് പറഞ്ഞൊരു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ഇത് വരും. അവിടെ നിങ്ങൾ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ കാറ്റഗറി എന്താണ്, അവിടെ അക്കാഡമിക്സ്, എക്സാം, അങ്ങനെ പല കാറ്റഗറീസ് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ടിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യുക, അതിന് സേവ് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. ഇനി ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പരാതി കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരെ പോകേണ്ടത് നിങ്ങൾ KTUവിൻ്റെ സൈറ്റ് എടുക്കുക. അതിനകത്ത് അനൗൺസ്മെൻറ്റിൽ പോയിട്ട് വേണം നിങ്ങൾ ഈ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ അവിടെയാണ് കിട്ടുന്നത്. അതുകൂടി ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ KTUവിൻ്റെ അനൗൺസ്മെൻറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനൊരു കാര്യം കാണാൻ പറ്റും. തുടക്കത്തിൽ തന്നെ കിടക്കുന്നുണ്ട്. അവിടെ രജിസ്ട്രേഷൻ ലിങ്ക് നമ്മളൊന്ന് കോപ്പി ചെയ്യുക. അപ്പോൾ ഞാൻ കോപ്പി ചെയ്യുവാണ്. കോപ്പി ചെയ്ത് ഞാൻ ഗൂഗിളിൽ പോയിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്യുവാണ്. സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പേജ് വരും. നമുക്കതൊന്ന് നോക്കാം. സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സൂം മീറ്റിങ്ങിൻ്റെ രജിസ്റ്റർ ചെയ്യാനുള്ള പേജാണ് വരുന്നത്. അപ്പോൾ മറ്റേ പേജിൽ നമ്മൾ പരാതി കൊടുത്തതിന് ശേഷം ഇങ്ങനെ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ലിങ്ക് കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി തരത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മളെല്ലാം കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മെയിൽ വരുന്നതായിരിക്കും ഈ സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് അദാലത്തിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്